കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ ഉത്തരവിനെതിരെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാരാണ് അപ്പീൽ നൽകിയിട്ടുള്ളത്. അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. കെ എം ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മുൻപ് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയതാണ് അപ്പീലുമായി പോകാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന്. ഇപ്പോൾ അപ്പീൽ സമർപ്പിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? അതെ, അതിവേഗമാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ടീം റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണം എന്ന തരത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായത്. ഇത് ചോദ്യം ചെയ്താണ് സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പ്രവേശന നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടുന്ന ഒരു സമയമാണ്. ആ നേരത്തെ ഇത്തരത്തിലൊരു വിധി വരുന്നത് ഈ നടപടികളെ ആകെ താളം തെറ്റിക്കും. അത് വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികൾ ഉണ്ടാക്കും. ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾക്കൊക്കെ പ്രതികൂലമായ ഫലം ചെയ്യും. അതുകൊണ്ട് അടിയന്തരമായി ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാണ് ഈ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിൽ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഈ അപ്പീലിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി നിയമപരമല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മന്ത്രി സംസാരിച്ചപ്പോഴും അക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒരു അസമത്വം നേരത്തെ നിലനിന്നിരുന്നു. അത് ഒഴിവാക്കുക എന്ന ഉദ്ദേശം വെച്ചാണ് ഇത്തരത്തിൽ പുതിയ രീതി, പുതിയ സമവാക്യം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്. അത് നേരത്തെ CBSE വിദ്യാർത്ഥികളെക്കാൾ 15 മുതൽ 20 വരെ മാർക്ക് കുറയുന്നതായി ഒക്കെ പരാതി ഉണ്ടായിരുന്നു. ഇത് ഇത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകാത്ത രീതിയിൽ ആണ് പുതിയ സമവാക്യം സർക്കാർ കൊണ്ടുവന്നത് എന്നൊക്കെ നേരത്തെ കോടതിയെ ബോധിപ്പിച്ചതാണ്. പക്ഷേ സിംഗിൾ ബെഞ്ച് സർക്കാർ വാദത്തിന് പിന്തുണ നൽകിയില്ല. അതുകൊണ്ടാണ് ഈ കീം റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണം എന്നൊരു ഉത്തരവ് ഇന്നുണ്ടായത്. പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാതെ സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഡിവിഷൻ ബെഞ്ച് നാളെ ഉച്ചയോടെ ഈ അപ്പീൽ പരിഗണിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശരി, കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. വർഷ, ഉമേഷ് പറഞ്ഞതുപോലെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നു മാർക്കുമായി ബന്ധപ്പെട്ട്. അത് പരിഗണിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു നടപടി കൊണ്ടുവന്നത്. അതിലാണ് കോടതിയുടെ ഇടപെടൽ വരുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ ഒരു അപ്പീലുമായി സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ.